ടെൻഷനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡേവിഡിന് ഒരു കോൾ വന്നത്. പിന്നെ ആ ടേബിളിലെ മുകളിലിരിക്കുന്ന എൻ്റെ ഫോണും ഫയൽസും ഒക്കെ എടുത്തേക്ക്, അത് പറഞ്ഞ് ഡേവിഡ് തൻ്റെ മറ്റേ ഫോൺ കോൾ എടുത്ത് സംസാരിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി. ആവണി ടേബിളിൻ്റെ മുകളിലെ ഫയൽ എടുത്ത് തിരിഞ്ഞതും കൈതട്ടി ടേബിളിൻ്റെ മുകളിലുള്ള പേനകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് താഴെ വീണു. ചില പേനകൾ ടേബിളിൻ്റെ അടിയിലേക്കും പോയിരുന്നു. അതെല്ലാം അവൾ നിലത്തിരുന്ന് എടുത്തു വെക്കാൻ തുടങ്ങി. ഡേവിഡ് പുറത്തേക്ക് വന്നിട്ടും ആവണിയെ കാണാതിരുന്നത് കൊണ്ട് ഡേവിഡ് തിരിച്ച് ക്യാബിനിലേക്ക് കയറാൻ ക്യാബിൻ ഡോർ തുറക്കാൻ തിരിഞ്ഞതും അകത്ത് നിന്ന് വേഗം ആവണി പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ഡേവിഡിൻ്റെ ദേഹത്ത് തട്ടി ആവണിയുടെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം താഴേക്ക് വീണു. ആവണി വെപ്രാളത്തോടെ താഴെ വീണ ഫയലുകൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഡേവിഡും അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫയലുകൾ എടുക്കാൻ കുനിഞ്ഞു. അപ്പോഴാണ് ഡേവിഡ് ആവണിയെ ശ്രദ്ധിക്കുന്നത്. നേരെ ആവണി ഇപ്പോൾ കുറച്ച് അകലം മാത്രമേ ഉള്ളൂ അവർക്കിടയിൽ. അതുകൊണ്ട് തന്നെ അവളുടെ മുഖസൗന്ദര്യം മുഴുവൻ അവനെ നല്ലോണം ആകർഷിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് അവളുടെ നീല മൂക്കുത്തിയിലാണ് ആദ്യം ചെന്നെത്തിയത്. ടെൻഷൻ കാരണം അത് ചുവന്നിരുന്നു. പിന്നെ മൂക്കുത്തിയിൽ നിന്ന് അവൻ്റെ കണ്ണ് അവളുടെ ഇളം ചുവപ്പ് നിറമുള്ള ചുണ്ടിലേക്ക് എത്തി. ആ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടുന്ന പോലെ തോന്നിയവന്. അവളുടെ വെപ്രാളം നിറഞ്ഞ മിഴികൾക്ക് പോലും ഒരു പ്രത്യേക ചന്തമുണ്ടായിരുന്നു കേട്ടോ. അവൻ അവളുടെ അടുത്തേക്ക് സ്വയം മറന്നു നീങ്ങി. ഒരു നിമിഷം അവൻ അടുത്തേക്ക് നീങ്ങിയതൊന്നും ആവണി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് അവൾ ഫയലെടുത്ത് പെട്ടെന്ന് എഴുന്നേറ്റത്. അവൾ എഴുന്നേറ്റപ്പോഴാണ് ഡേവിഡിന് സ്വബോധം വന്നത് കേട്ടോ. പിന്നെയാണ് അവൻ ഓർത്തത് താൻ ഓഫീസിലാണെന്ന്. ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ പോകുന്നേ എന്നോർത്ത് അവൻ സ്വയം തലയിലൊന്ന് തട്ടി. എന്നിട്ട് ആവണിയെ നോക്കി. അവൾ പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം അങ്ങനത്തെ റിപ്പോർട്ടാണല്ലോ ഡേവിഡിനെ കുറിച്ച് അവൾക്ക് കിട്ടിയത്. സോറി സർ, ഐ എം റിയലി സോറി, ആവണി ടെൻഷനോടെ ഡേവിഡിനോട് പറഞ്ഞു. അവൻ അതിനു മറുപടി എന്ന വണ്ണം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അവളെയും വിളിച്ച് പുറത്തേക്ക് പോയി. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എല്ലാം പോയി തിരിച്ച് അവർ ഓഫീസിലെത്തുമ്പോഴേക്കും ഓഫീസ് ടൈം കഴിഞ്ഞിരുന്നു. ആ സമയത്തെല്ലാം ഡേവിഡ് ആവണിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കാര്യപ്രാപ്തിയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവുമെല്ലാം ഡേവിഡിനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഇന്നേ വരെ ആരോടും തോന്നാത്ത ഒരടുപ്പം ഡേവിഡിന് ആവണിയോട് തോന്നി. പക്ഷേ ഡേവിഡ് അത് പുറത്ത് കാണിച്ചില്ല കേട്ടോ. ഓഫീസ് ടൈം കഴിഞ്ഞതുകൊണ്ട് സ്റ്റാഫ് എല്ലാം പോയി തുടങ്ങിയിരുന്നു. ആവണി, താൻ എങ്ങനെയാണ് പോകുന്നത്? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അവളെ ഡ്രോപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് അവൻ ചോദിച്ചത്. സർ, ഞാൻ ശ്രുതിയോടൊപ്പം പോകുന്നത്, ആവണി മറുപടി കൊടുത്തു. അപ്പോൾ ഡേവിഡ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ നാളെ വരാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്തേക്കൂ എന്ന് മാത്രം പറഞ്ഞു അവൻ കാർ എടുത്തു മടങ്ങി. അങ്ങനെ മാറ്റമില്ലാത്ത 2 ആഴ്ചകൾ കൂടി കടന്നുപോയി. വർക്കിൽ ആരെങ്കിലും ഒരു കുഞ്ഞു തെറ്റ് ചെയ്താൽ മതി, ഡേവിഡ് അവരെ കണ്ണു പൊട്ടിക്കുന്ന ചീത്ത പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഡേവിഡിനെ കടുവ എന്നും ചെകുത്താൻ എന്നും ഒക്കെ മിക്ക സ്റ്റാഫുകളും വിളിക്കാൻ തുടങ്ങി. അവനൊരു പേടി സ്വപ്നമായി പലർക്കും. എന്നാലേ നമ്മുടെ ആവണിയോട് മാത്രം ദേഷ്യം കാണിക്കാൻ ഡേവിഡിന് എന്തോ ആവുന്നില്ല. അവൻ ഇത്തിരി കനിപ്പിച്ചൊക്കെ സംസാരിക്കും കേട്ടോ മറ്റു സ്റ്റാഫുകളുടെ മുമ്പിൽ. ഇല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയാലോ, അതിനു വേണ്ടി മാത്രം. ഒരു തവണ അഞ്ജുവിനും ഡേവിഡിൻ്റെ അടുത്തുനിന്ന് ഉഷാലായി കിട്ടി. അതുകൊണ്ട് തന്നെ അഞ്ജുവും ഇപ്പോൾ ഡേവിഡിനെ കടുവ എന്നാണ് വിളിക്കുന്നത്. അല്ല, ഒരു കണക്കിന് പറഞ്ഞാൽ അഞ്ജുവിന് കിട്ടിയത് നന്നായി. അവൻ്റെ വായിന്ന് കേട്ടതും അവൾക്ക് അവനോട് തോന്നിയ ക്രഷ് ആവിയായി പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ ആവണി ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ക്യാബിനിലേക്ക് വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ടേബിളിൽ തല താങ്ങിയിരിക്കുന്ന ഡേവിഡിനെ. ടെൻഷൻ കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ തല ഒഴിയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കാര്യം പന്തിയല്ല എന്ന്. അവൾ അവനെ വിളിച്ചു. അവൾ വിളിച്ചത് കേട്ടിട്ടാണ് ഡേവിഡ് തലയുയർത്തി നോക്കിയത്. അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. അത് കണ്ടതും ആവണിക്ക് താൻ സംശയിച്ച പോലെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൾ അവനോട് ചോദിച്ചു, എന്തു പറ്റി സർ? എന്തു പറ്റിയെന്നോ? ഇന്നലെ VS ഗ്രൂപ്പിനെ നമ്മൾ കൊടുത്ത വർക്കിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ നിന്ന് മെയിൽ വന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഒന്ന് ശ്രദ്ധിക്കാൻ. ആര് കേൾക്കാനാണ്?
എന്നിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. താൻ വേഗം ഒരു സ്റ്റാഫ് മീറ്റിംഗ് വെക്കി. ഇന്ന് തീർത്തൊടുക്ക എല്ലാവരുടെയും ഈ സൂക്കേട്. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. സർ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആവണി അവനോട് ചോദിച്ചു. അവള് ചോദിച്ചുകൊണ്ട് തന്നെ അവൻ അതിനുത്തരം പറഞ്ഞു കേട്ടോ. വേറെ ആരെങ്കിലും കടിച്ചു കയറിയിട്ടുണ്ടാവും. അവൻ അവളോടും സംസാരിക്കാൻ മാത്രം ഇത്തിരി സമാധാനത്തോടെ സംസാരിക്കാറുള്ളൂ, അത് ഏത് സാഹചര്യത്തിലായാൽ പോലും. അവൻ പറഞ്ഞു, ഞാൻ അവരോടൊരു ചാൻസും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് സമ്മതിച്ചു. ഓ താങ്ക് ഗോഡ്, ആവണി പറഞ്ഞു. താൻ വേഗം ആ വർക്ക് ഏൽപ്പിച്ച സ്റ്റാഫുകളോടെല്ലാം ഒന്ന് വരാൻ പറയൂ. ഓക്കെ സർ എന്ന് പറഞ്ഞ് ആവണി ക്യാബിനിൽ നിന്ന് പോയി. എന്നിട്ട് ഒരു ബ്ലാക്ക് ടീ കൊണ്ട് അവൻ്റെ മുമ്പിലുള്ള ടേബിളിൽ വെച്ച് ഒന്നും മിണ്ടാതെ പോയി. അവന് നല്ല തലവേദനയുള്ള സമയത്ത് ബ്ലാക്ക് ടീ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അത് ആവണിക്ക് അറിയായിരുന്നു കേട്ടോ. അതാ അവൻ പറയാതെ തന്നെ ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരാശ്വാസമായി. അത് നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുണ്ടെന്ന് നമുക്കറിയുമ്പോൾ ഒരാശ്വാസം തോന്നുമല്ലോ, ആ ഒന്ന്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് തണുത്തു. ഓരോ ദിവസം കഴിയുന്തോറും ആവണിയോടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ആവണിയിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവൾ അറിഞ്ഞില്ലെന്ന് മാത്രം. ഹലോ ഗായ്സ്, ഞാൻ ആതിര. എൻ്റെ സൗണ്ടാണ് നിങ്ങൾ തെന്നൽ സ്റ്റോറീസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ തെന്നലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. എൻ്റെ തെന്നൽ എന്ന് പറയുമ്പോൾ ചികുത്താൻ വക്കീലിൻ്റെ പ്രണയം എന്നുള്ളതിൽ ഒരാൾ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ആ വ്യക്തി. അവനെപ്പോലെ തന്നെ എനിക്ക് ഏറെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി കേട്ടോ. ആദ്യം ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് തെന്നൽ സ്റ്റോറീസിൻ്റെ എഡിറ്റിങ്ങും സ്റ്റോറിയും ഒക്കെ. അപ്പോൾ എൻ്റെ അശ്വതിയുടെ എൻഗേജ്മെൻ്റാണ് നാളെ. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായ ഈ ചാനലിൽ കൂടെ തന്നെ അറിയിക്കുന്നു കേട്ടോ. അടുത്ത പാർട്ട് ഉടനെ വരും. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.